2 ദിവസമായി പരിപ്പ് വട കഴിക്കാൻ ഭയങ്കര ക്രേവിങ് ഉണ്ടായിരുന്നു. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ല വീട്ടിലുണ്ടാക്കാമെന്ന് വിചാരിച്ച് ഫസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന കടലപ്പരിപ്പാണ്. ഒരു 3-4 മണിക്കൂർ കടലപ്പരിപ്പ് വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വെള്ളമൊക്കെ മാറ്റി കുറച്ച് ഡ്രൈ ആക്കാനായിട്ട് വെച്ചു. കാരണം വെള്ളം നമുക്ക് ഒട്ടും പറ്റത്തില്ല ഇതിൽ. അപ്പോൾ ഡ്രൈ ആയതിനു ശേഷം നമ്മളത് ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി ശേഷം നമ്മൾ ഒരു ടീസ്പൂൺ പെരുംജീരകമാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം 1 ടീസ്പൂൺ റെഡ് ചില്ലി ക്രഷ് ചെയ്തത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുക. ഒത്തിരി അരയാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഒത്തിരി അരഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പരുവം കറക്റ്റാവില്ല. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ചെക്ക് ചെയ്യണം, ഒത്തിരി അരഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്യണം. ഈ പരിപ്പൊക്കെ പുറമേ കാണുന്ന രീതിയിൽ വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഏകദേശം നമ്മളുടെ ഈ മിക്സ് കറക്റ്റായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതിന് ശേഷം നമ്മളിതിൽ ആഡ് ചെയ്യേണ്ടത്, ഞാൻ ഒരു മുറി ഇഞ്ചി എടുത്തു, പിന്നെ ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഒരു സവാള ചെറുതായി അരിഞ്ഞത്, പിന്നെ ഇതിൻ്റെ കൂടെ കറിവേപ്പില കൂടെ ആഡ് ചെയ്യണം. പക്ഷേ വീട്ടിൽ കറിവേപ്പില തീർന്നു പോയതുകൊണ്ട് ഞാൻ കറിവേപ്പില ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കറിവേപ്പില ആഡ് ചെയ്ത് കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് വരും. അപ്പം ഇതെല്ലാം ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം ഈ നമ്മളുടെ ഫസ്റ്റ് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുത്തില്ലേ അതിലോട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് കായപ്പൊടിയാണ്. കായപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മതിയാവും. അപ്പോൾ 1/4 ടീസ്പൂൺ കായപ്പൊടി ആഡ് ചെയ്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്യുക. ഞാനിവിടെ ഒരു 1/2 സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മതിയാതെ വന്നപ്പോൾ കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഇൻഗ്രീഡിയൻസും ഈ അരച്ചതും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്യണം. കാരണം ഉപ്പും കായപ്പൊടിയും എല്ലാം നല്ലപോലെ ഇതിലോട്ട് പിടിക്കണം. അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതൊരു ചെറിയ ബോളായിട്ട്, നമ്മൾ ചപ്പാത്തിക്കൊക്കെ ബോളാക്കില്ലേ അതുപോലെ ബോളാക്കിയ ശേഷം ആ വടയുടെ ഷേപ്പിൽ പരത്തിയെടുക്കുക. പരത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ കൈ വെച്ച് തന്നെ നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ്. ശേഷം ഒരു കടായി, അതിലോട്ട് നമ്മൾ ഓയിലൊഴിച്ച് നന്നായി തിളച്ച ശേഷം അതിലോട്ട് ഇങ്ങനെ ഓരോ വടയും ഇട്ട് കൊടുക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സിമ്മിലിട്ട് തീ കുറച്ചിട്ടിട്ട് വേണം നമ്മളിത് ഓരോ വടയും ഇട്ട് കൊടുക്കാൻ. അല്ലാന്ന് പറഞ്ഞാൽ നമ്മൾ ഫുള്ളിൽ ഇട്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ പുറമേ പെട്ടെന്ന് കരിഞ്ഞവും അകത്ത് വേവത്തുമില്ല. അപ്പം നമ്മൾ സിമ്മിലിട്ടിട്ട് വേണം ഓരോന്നും ഇട്ട് കൊടുക്കാൻ. ശേഷം ഒരു ലൈറ്റ് ബ്രൗൺ യെല്ലോയിഷ് കളറാവുന്ന സമയത്ത് നമ്മൾ മറിച്ചിടുക. ഇത് സിമ്മിൽ കിടന്ന് തന്നെ വേവണം കേട്ടോ. ഇത് കണ്ടോ, ഇപ്പോൾ ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി. അപ്പോൾ ഏകദേശം നമുക്ക് ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് വേറൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാൻ പരിപ്പ് വട ഉണ്ടാക്കുന്നത്. പക്ഷേ ഏകദേശം നല്ല രീതിയിൽ തന്നെ അത് വന്നിട്ടുണ്ട് കേട്ടോ. കറിവേപ്പിലയുടെ ഒരു കുറവുണ്ടായിരുന്നു, എങ്കിലും അത് കാര്യമില്ല. നല്ല രീതിയിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല മൊരിഞ്ഞ പരിപ്പ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഭയങ്കര ക്രിസ്പി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നല്ല തക്കാളി ചമ്മന്തി സൂപ്പറായിരുന്നു കേട്ടോ. ആ ചമ്മന്തിയൊക്കെ മുക്കി കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയായിരുന്നു. ഇത് കണ്ടോ, അകമൊക്കെ സോഫ്റ്റായിട്ടുണ്ട്, പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പരിപ്പ് വട.